എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അനന്തപുരി ഇപ്പോൾ ഉത്സവ മേളകളിലാണ്. കലാതിലകം അണിയാൻ പല കലാകാരന്മാരും കലാകാരികളും അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്കെല്ലാ ആശംസകളും ആദ്യമേ നേർന്നുകൊള്ളുന്നു. പ്രധാനമായി നാം കാണേണ്ടത് ഈ കലാമേളകൾ നടക്കുന്ന അരങ്ങുകൾ വളരെ സമാധാനപരമായും മറ്റ് യാതൊരുവിധ അനർത്ഥങ്ങളുമില്ലാതെ അത് സമാപിപ്പിക്കണം. കഴിഞ്ഞ നാളുകളിൽ നടന്ന പല കലോത്സവങ്ങളിലും പലവിധ ആരോപണങ്ങളും നാം കേട്ടതാണ്. അതൊഴിവാക്കി ആയിരിക്കണം ഇപ്പോഴത്തെ മേളകൾ നടത്തേണ്ടത്. സംഘാടകർ ശരിക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് ഓരോ മത്സരങ്ങളും അതിൻ്റേതായ രീതിയിൽ അർഹിക്കുന്നവർക്കുള്ള അംഗീകാരം ലഭിക്കാനായി ജഡ്ജസ് നിഷ്പക്ഷമായി അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ളൊരു സാഹചര്യം ജഡ്ജസിന് വേണ്ടി സംഘാടകർ ഒരുക്കിയിരിക്കണം. അർഹിക്കുന്നവർക്ക് തീർച്ചയായും അവർക്കുള്ള അംഗീകാരം ലഭിച്ചിരിക്കണം. അർഹിക്കാത്തവർക്ക് പല പ്രലോഭനങ്ങളും പല മോശമായ വഴികൾ കണ്ടെത്തി ജഡ്ജസിനെ ഭീഷണിപ്പെടുത്തിയും അവർക്ക് പല വാഗ്ദാനങ്ങൾ ചെയ്തും കുഞ്ഞുങ്ങൾക്ക് കലാതിലകം വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളെ വീക്ഷിക്കാനുള്ളൊരു പ്രത്യേകതരം സംവിധാനം സംഘാടകർ ഉണ്ടാക്കിയിരിക്കണം. കല എന്നത് അത് ഈശ്വരൻ്റെ ഒരു വരദാനമാണ്. കഴിവുള്ളവർ കാണും. ചിലപ്പോൾ കഴിവുള്ള കലാകാരനോ കലാകാരിക്കോ ആ ഒരു നിമിഷം അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്ന സമയം ഒരു പക്ഷേ ചില അപാകതകൾ സംഭവിച്ചേക്കാം. അത് സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചാൽ അവർക്ക് പ്രതീക്ഷിക്കുന്ന അംഗീകാരം അപ്പോൾ കിട്ടില്ല. മറിച്ച് അവർ തീർച്ചയായും അതിന് ശ്രമിച്ചാൽ അടുത്ത വേദികളിൽ അവർ അർഹിക്കുന്ന അംഗീകാരം തീർച്ചയായും കിട്ടിയിരിക്കണം. ഇതൊരു മത്സര രംഗമായി കാണാതിരിക്കുക. ഇത് നമ്മുടെ കഴിവുകൾ പബ്ലിക്കിൽ കാണിക്കാനുള്ളൊരു സ്റ്റേജാണ്, ഒരരങ്ങായി മാത്രം കാണുക. ഒരിക്കലും ഒരു നല്ലൊരു റിസൾട്ടുമായി എല്ലാവർക്കും നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കരുത്. എല്ലാവർക്കും അത് കിട്ടുകയുമില്ല. തീർച്ചയായിട്ടും കിട്ടും. ആ സമയം വരുമ്പോൾ കിട്ടേണ്ടവർക്ക് കിട്ടിയിരിക്കും. ഒരിക്കലും ജഡ്ജസിനെ ഒരു രീതിയിലും സമ്മർദ്ദത്തിലാക്കി ആരും ഒരു അംഗീകാരം വാങ്ങാൻ ശ്രമിക്കാതിരിക്കുക. അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ആ കുട്ടികളോട് കാണിക്കുന്ന വലിയൊരു ചതിയായിരിക്കും. അതുണ്ടാകരുത്. സമയം ഒത്തിരികളുണ്ട്. ഒരു മത്സരം കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. പ്രതീക്ഷിക്കുന്നത് കിട്ടത്തുമില്ല. നമുക്ക് തന്നെ അറിയാം, എത്രയോ വർഷങ്ങളായിട്ടുള്ള കഠിന പ്രയത്നത്തിലൂടെയാണ് പലരും ചാമ്പ്യന്മാരാകുന്നത്. പലരും അവരുടെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ
കലാകാരന്മാരോടും കലാകാരികളോടും പറയാനുള്ളത്, നിങ്ങളുടെ റോളുകൾ നല്ല രീതിയിൽ നടത്തുക, പ്രദർശിപ്പിക്കുക. ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കതിനുള്ളൊരു അംഗീകാരം ലഭിച്ചിരിക്കും. തീർച്ചയായും കലാദേവി നിങ്ങളെയെല്ലാം അനുഗ്രഹിച്ചിരിക്കും. എല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടണം. അതിനുവേണ്ടി എല്ലാ കാണികളും, എല്ലാ മാതാപിതാക്കളും എല്ലാ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും നല്ല രീതിയിൽ ഇത് പര്യവസാനിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. വീണ്ടും അടുത്തൊരു വേദിയിൽ പോകുമ്പോഴും ഇപ്പോൾ നടക്കുന്ന വേദികളിൽ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഇതൊരു മാതൃകയായി സ്വീകരിക്കാം. എല്ലാം നല്ലത് നടക്കുമെന്ന്, അതിനുള്ള അനുഗ്രഹം അനന്തപത്മനാഭിൽ നിന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാം വീണ്ടും അടുത്ത വീഡിയോയിൽ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.